ഒരു പെരുമാറുണ്ട് ആണ്. അധ്യാപകന്മാരെങ്ങനെ പെരുമാറേണ്ടതെന്നുള്ളത് മര്യാദ വേണം. അതെ അതെ, ടീച്ചിങ് ഫീൽഡിൽ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ പെരുമാറ്റം എനിക്ക് പിടികിട്ടിയത്. ഞാൻ നിങ്ങളെ തല്ലാൻ വരുന്ന പോലീസിനെ കൊണ്ട് പിടിപ്പിക്കുന്നോ? ഞാൻ പറഞ്ഞോ തല്ലാൻ വരുന്ന പോലീസിനെ കൊണ്ട് പിടിപ്പിക്കുന്നോ? ഇവിടെ വാടാ, ഇങ്ങനെ വാടാന്നൊക്കെയാണ് ഒരാളെ അജ്ഞാപിക്കണേ. മര്യാദയ്ക്ക് സംസാരിക്കാം. അത് കഴിഞ്ഞിട്ട് നീ പറയുന്നത് മാന്യമായിട്ട് ചോദിക്കണമെന്നൊക്കെ പറയുന്നത് അത് ഏത് തരത്തിലാണ് നടത്തുന്നത്? ചോദിച്ച റെസ്പോൺസ് ഇങ്ങനെ തന്നെ ആയിരിക്കും, അത്രേ ഉള്ളൂ. എന്നോട് ചോദിച്ച പോലെ എനിക്ക് റെസ്പോണ്ട് ചെയ്യാറുണ്ട്. നീ ഇവിടെ ഒന്നും ചെയ്യേണ്ട, നീ ഇറങ്ങി പൊക്കോളാനായിരിക്കും. അതറിയോ? അതിന് നമുക്ക് ചെയ്യണമെന്നുണ്ടോ? ഞാൻ 5 വർഷം പഠിച്ച എൻ്റെ ഹോം ഗ്രൗണ്ട്, എൻ്റെ വീട് തൊട്ടടുത്ത് ഒരു 1 കിലോമീറ്റർ 2 കിലോമീറ്റർ റൗണ്ടിലാണ് എൻ്റെ വീടും വരുന്നത്. അവിടെ പോയി ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുക്കുന്നത്, പിള്ളേർ കളിക്കുന്നൊരു വീഡിയോ എടുക്കാൻ വേണ്ടി ഇരുന്നിരുന്നതാണ് സത്യം പറഞ്ഞാൽ. പിള്ളേർ കളിക്കുന്നത്, പിന്നെ എൻ്റെ ഒരു ഹെൽത്തിൻ്റെ രീതിക്ക് ഈ ഈന്തപ്പഴം വെച്ചിട്ടൊരു വീഡിയോ ചെയ്യുന്ന രീതിക്കാണ് ഞാനത് ചെയ്യാൻ വേണ്ടിയിരുന്നത്. ആ സമയത്താണ് കറക്റ്റ് അവിടെ ഒരു സാറ് എന്നെ വിളിക്കുന്നത് നോർമൽ രീതിയിലല്ല വിളിക്കുന്നത്. എടാ ഇങ്ങ് വാടാ, ഇങ്ങ് വന്നടാന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ ഭീഷണിപ്പെടുത്തില്ല, ആ രീതിക്ക് വിളിച്ചു. ഓക്കെ, സാറാണല്ലോ, നമ്മൾ പഠിച്ച സ്കൂളാണല്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിരിച്ചുകൊണ്ടാണ് അവരോട് റെസ്പോണ്ട് ചെയ്തത്. അവിടെ ചെന്ന് അവരോട് സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ആൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ എന്നോട് സംസാരിച്ച്, ഞാൻ ആദ്യമേ കാണിച്ചില്ലേ ക്ലിപ്പിങ്സ്, അതിൽ കാണുന്ന പോലെ വളരെ മോശമായിട്ട് സംസാരിച്ച്. വളരെ മോശം എന്ന് പറഞ്ഞാൽ വളരെ മോശം. കാരണം വളരെ മോശം എന്ന് പറയാൻ കാരണം, ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് നിന്നെ തല്ലി ഇറക്കി വിടും, അല്ലെങ്കിൽ ചവിട്ടിക്കൂട്ടി അവിടെ ഇടും, അങ്ങനെയൊക്കെയാണ് അയാൾ ഉദ്ദേശിച്ചത്. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു ഒന്നും പറ്റിയില്ല, ഞങ്ങൾക്ക് ലോ ഉണ്ട്, നിയമമുണ്ട്, നിയമത്തിൻ്റെ ഇത് വെച്ചിട്ട് നിന്നെ ഇവിടെ കൊടുക്കും, നിന്നെ ടൈം വെച്ചിട്ട് നീ ഈ ടൈം ഇവിടെ കയറി അതൊക്കെ മാറ്റിയിട്ട് നിന്നെ ഇവിടെ നിർത്തും. നീ 2 മണിക്കാണ് ഞാൻ വന്നെങ്കിൽ ഞാൻ അത് 11 മണിക്കല്ലേ രാവിലെ വന്നിരിക്കുന്നതാണ്, ഞങ്ങൾ ആക്കി തീർക്കും, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവർ നമ്മളോട് കയറത്തത്. അല്ലെങ്കിൽ ഇറങ്ങി പോടാന്ന് ഗ്രൗണ്ടിൽ നിന്ന് പറച്ചിൽ കേട്ട് കഴിഞ്ഞാൽ അവരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നൊരു ഗ്രൗണ്ട് പോലെ. ഇങ്ങനെയാണ് അധ്യാപകർ ശരിക്കും പെരുമാറേണ്ടത്, ഇങ്ങനെയല്ലല്ലോ. നമ്മളിപ്പോൾ പുറത്തുനിന്നൊരാൾ, ഞാനിപ്പോൾ റോങ് ആയിട്ട് സംസാരിച്ചപ്പോൾ ഒരു അധ്യാപകനാണെങ്കിൽ അയാൾ അത് ശരിയല്ല, അങ്ങനെ സംസാരിക്കരുത്, ഓക്കെ നീ ഇവിടെ വന്നു, ഓക്കെ പൊക്കോന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനെയല്ല ആൾ എന്നോട് സംസാരിച്ചെന്ന് വെച്ചാൽ നിന്നെ തല്ലി ഇറക്കി വിടും, ഇല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ നിന്നെ പോലീസുകാരെ കൊണ്ട് തല്ലിക്കും, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ കയറ്റും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ ഇവിടെ നിയമം ഉണ്ടെന്ന്. ഈ നിയമം ഇവരെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണോ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ നിയമത്തിൽ ആഡ് ചെയ്യേണ്ട ഒരു കേസ്, ഇതുപോലുള്ള ഗ്രൗണ്ടുകൾ കുട്ടികൾക്ക് കളിക്കാനും അതുപോലെ തന്നെ ഇതുപോലെ എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് ചെയ്യാനുള്ള ഒരു ഐഡിയാസ് വളരുന്നൊരു സ്ഥലവും കൂടി ഈ ഗ്രൗണ്ട്. അതിനുള്ളൊരു അവസരം ഒരുക്കി കൊടുക്കുന്നില്ലെങ്കിൽ പിന്നെ എന്ത് ഗ്രൗണ്ട്, എന്ത് സ്കൂള്? അവിടെ വർഷങ്ങളായിട്ട് ഞാൻ അവിടെ ഫുട്ബോൾ, വോളിബോൾ, ക്രിക്കറ്റ് എല്ലാം കളിക്കാൻ പോയിക്കൊണ്ടിരുന്ന. ഏറ്റവും മെയിൻ പ്രശ്നം ഇത് വർക്കിംഗ് ഡേ അല്ലാഞ്ഞിട്ട് പോലും അവരിങ്ങനെയാണ് പെരുമാറുന്നത്. അതുകൊണ്ടാണത് 5 വർഷമായിട്ട് ഞാൻ പഠിച്ച എൻ്റെ സ്കൂളാണ്. ആ സ്കൂളിൽ കയറാൻ പെർമിഷൻ ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താ, അത് വർക്കിംഗ് ഡേ പോലും അല്ല. ആ ഗ്രൗണ്ടിൽ ഒന്ന് കളിക്കാനോ അല്ലെങ്കിൽ വീഡിയോ എടുക്കാനുള്ള ഒരു അവസരം പോലും നമുക്ക് തരുന്നില്ല അവർ. അല്ല, ഇതുപോലെ 1, 2, 3 അധ്യാപകരാണ് പ്രശ്നക്കാർ. അവർ വന്നിട്ട് ഇങ്ങനത്തെ രീതിയിലാണ് ആൾക്കാരോട് സംസാരിക്കുന്നത്. പുറത്തുള്ള ആൾക്കാരോട് ഇങ്ങനെ സംസാരിക്കുന്നെങ്കിൽ കുട്ടികളോട് എങ്ങനെയുള്ള രീതിയിലായിരിക്കും അവരൊക്കെ സംസാരിക്കുന്നത് നമുക്ക് പറയാൻ പറ്റുമോ? അവർക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായി? ചിലപ്പോൾ ഈ തല്ലിയിട്ടവരുണ്ടായിരിക്കും ഇയാൾക്ക്, പറയാൻ പറ്റില്ല. ആ രീതിക്കാണ്. 1 പറഞ്ഞാൽ നിന്നെ തല്ലി ഇവിടെ ഇട്ടിരിക്കും എന്നാണ് പറഞ്ഞേക്കുന്നത്.